സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ഭിന്നത ആരെ തുണയ്ക്കും? ഉമർ ഫൈസിയുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. സമസ്തയുടെ യുവജന വിഭാഗം നേതാവ് കൂടിയാണ് നാസർ ഫൈസി കൂടത്തായി. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ വലിയ തരത്തിലുള്ള ഭിന്നതയിലേക്ക് സമസ്തയും ലീഗും മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടാണത്? ലീഗും സമസ്തയും തമ്മിലൊരു ഭിന്നതയുടെ സ്വരം ഏതെങ്കിലും ഒറ്റപ്പെട്ട ശബ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആശ്രയിക്കാനോ അതേ സംബന്ധിച്ച് അഭിപ്രായം പറയാനോ കഴിയില്ല. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ബന്ധം എന്താണോ അതിപ്പോഴും തുടർന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ചില അപശബ്ദങ്ങൾ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അത് സമൂഹവും സംഘടനകളും അത് നിരാകരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഉമർ ഫൈസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായിട്ടാവാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വ്യക്തിപരമല്ല, സംഘടനാപരമാണ് എന്നത് ഒരിക്കലും തോന്നാൻ കഴിയില്ല. കാരണം പഴയ കാലങ്ങളിലെല്ലാം അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മതനിരാസത്തെയും യുക്തിചിന്തയെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് തന്നെ അത്തരം സംഘടനകളുമായി ബന്ധം പാടില്ല എന്നാണ് നമ്മൾ നാളിതുവരെ പഠിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഹംസയുടെ ചിഹ്നം പോലും പാർട്ടിയുടെ ഔദ്യോഗികമാണ്. കെ ടി ജലീൽ പോലും മത്സരിക്കാത്തൊരു ചിഹ്നത്തിലാണ് ഹംസ സാഹിബ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മതനിരാസത്തെ സപ്പോർട്ട് ചെയ്യുകയും അതൊരു കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നൊരു നിലപാടാണെന്നായിട്ടാണ് വോട്ടർമാർ വിലയിരുത്തുന്നത്. ഇതിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയമാണ്. അതാണ് ഉമർ ഫൈസിയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൊരു പാഠം. അതിലുകൊണ്ട് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലപാട് പിൽക്കാലഘട്ടത്തിൽ മാറിയതാണ്. സമസ്തയുടെ നിലപാടല്ല താൻ പറയുന്നത്, വ്യക്തിപരമായ നിലപാട് തന്നെയാണ്. പക്ഷേ ഇത് സമസ്തയുടെ കൂടി നിലപാടാണ്, അതിൽ എതിർപ്പുണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് കൂടി ഉമർ ഫൈസി മുക്കം പറയുന്നുണ്ട്. അത് സമസ്തയുടെ നിലപാടാണോ എന്ന് പറയേണ്ടത് അദ്ദേഹമല്ല. അദ്ദേഹത്തിൻ്റെയും കൂടി മുകളിലുള്ള അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഉപഘടകങ്ങളുടെ അല്ലെങ്കിൽ സമസ്തയുടെ സംഘടനയുടെ സഹഭാരവാഹികൾക്കാൾ ഉപരി പറയേണ്ടത് ആധികാരികമായി സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഷെയ്ഖുൽ ജാമി ആലുകുട്ടി ഉസ്താദും ഒക്കെയാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു, വ്യക്തിപരമായ കാര്യങ്ങൾ അവർ പറയട്ടെ, പക്ഷേ സംഘടനയുടെ കാര്യങ്ങൾ ഞങ്ങളാണ് പറയാൻ. അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് അത് സംഘടനയുടെ ആധികാരിക ശബ്ദമാണെന്ന് പറയേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ്. കെ ഹംസ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി. കെ ഹംസ സമസ്ത അനുകൂലിയാണ്, സമസ്തക്കാരനാണ് എന്ന് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തെക്കാൾ ഉപരി സമസ്തക്കാരനാണ് സമദാനി. കെ ഹംസ ഇന്നലെയോ ഇന്നോ ആയിക്കൊണ്ട് സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തുടർന്ന് വന്നിട്ടുള്ളൊരു ബന്ധം മാത്രമാണ്. ആധികാരികമായും അടിസ്ഥാനപരമായും സമദാനി സമസ്തയുടെ അതിൻ്റെ പഴയകാലങ്ങളിലേയുള്ള സമസ്തയുടെ വക്താവ് കൂടിയാണ്. SYSൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായി പോലും പ്രവർത്തിച്ച ആളാണ് അബ്ദുസ്സമദ് സമദാനി. അതുകൊണ്ട് അബ്ദുസ്സമദ് സമദാനി കഴിഞ്ഞിട്ടേ ഹംസയെ സംബന്ധിച്ചിടത്തോളം സമസ്തക്ക് ആധികാരികമായി കൊണ്ട് രണ്ടാളെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് പറയാൻ കഴിയും. മുസ്ലിം ലീഗുമായുള്ള ഭിന്നത രൂക്ഷമാകുന്ന ഒരു സാഹചര്യം പഴയ കാലങ്ങൾ, അതായത് 1989 അടക്കം ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇല്ല, അങ്ങനെ ആണോ എന്നൊരു സംശയത്തിലേക്ക് പോകുന്ന ചില വാർത്തകളാണ് കേൾക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ 1989 വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുതന്നെ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഇപ്പോൾ മറ്റൊരു ലേബിളിൽ അല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വരികയാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർത്തിരുന്ന നിലപാട് തന്നെയാണ് തുടർന്നും മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അന്ന് അരിവാൾ സുന്നി എന്നൊക്കെ പറയുന്ന ചില വിമർശനങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ മറുഭാഗത്ത് ചില ആളുകൾ ഉന്നയിക്കുന്ന വിധത്തിലേക്ക് തിരിച്ച് ചില ആളുകളുടെ പ്രചരണങ്ങൾ അങ്ങനെ ആകുന്നോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് ഇതുപോലുള്ള വ്യക്തികൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. ഒരു ശരിയായ മുസൽമാന് കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിങ്ങളടക്കമുള്ള ആളുകൾ പറയുന്നത്. അതുതന്നെ ആവർത്തിക്കുമ്പോൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ ഒരു നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്നുണ്ടോ ഏതെങ്കിലുമൊക്കെ കോണിൽ നിന്ന്? ഒരു ശരിയായ മുസ്ലിമിന് യഥാർത്ഥ കമ്മ്യൂണിസത്തെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉമർ ഫൈസിയുടെ നിലപാടെന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം ഉമർ ഫൈസി അങ്ങനെയാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ രീതിയിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഞെട്ടലുളവാക്കുന്നതാണ്. അദ്ദേഹം പഠിപ്പിച്ചൊരു പാരമ്പര്യമല്ല. യഥാർത്ഥ മുസ്ലിമിന് ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയില്ല, കമ്മ്യൂണിസത്തിൻ്റെ ആശയധാരയിൽ നിന്ന് കൂടെ പ്രവർത്തിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം തന്നെ മതനിരാസത്തെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ വിഭാവന ചെയ്യുന്നത് എന്നത് കഴിഞ്ഞ കുറേ നാളുകളോളമായി പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഫാസിസത്തെ കർശനമായി ശക്തമായി നേരിടുന്നത്, ദേശീയ തലത്തിൽ ശക്തമായി നേരിടുന്നത് CPM ആണ്, ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകളാണ് എന്നാണ് പറയുന്നത്. അത്തരമൊരു നിലപാട് ഉണ്ടോ താങ്കൾക്ക്? ഇല്ല, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് പോലും കേവലം 5% സീറ്റിൽ പോലും ഇല്ല. അത്തരമൊരു ഇടതുപക്ഷ സംഘടനകളെല്ലാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ഇടതുപക്ഷ സംഘടനകളെല്ലാം ചേർന്നാൽ പോലും BJP പ്രതിരോധിക്കാൻ കഴിയില്ല. കോൺഗ്രസ് ഇല്ലാത്ത ഒരു BJP പ്രതിരോധം അസാധ്യമാണ്. ആത്മാർത്ഥതയുടെ കണികയെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടെങ്കിൽ
അവരാദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിനോട് മത്സരിക്കാതിരിക്കുക എന്ന ഒരു പ്രാഥമിക രാഷ്ട്രീയമാണ്. അതെൻ്റെ രാഷ്ട്രീയപരമായ വ്യക്തിപരമായ വിലയിരുത്തലാണ്. പ്രാഥമികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഫാസിസത്തോട് നിരാകരണമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ഏറ്റവും വലിയ ധാർമ്മികമായ രാഷ്ട്രീയം കോൺഗ്രസിനോട് മത്സരിക്കാതിരിക്കുക എന്നതാണ്. അവർ കൂടി ചേർന്നുകൊണ്ട് വേണം ഫാസിസത്തെ പ്രതിരോധിക്കാൻ. മുന്നിൽ നിൽക്കേണ്ടത് കോൺഗ്രസ്സാണ്, തുടർന്ന് വരേണ്ടത് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളും. അതായത് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ദുർബലപ്പെടുത്തരുത്. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന നിലപാടാണ് ഇടതുപക്ഷ സംഘടനകൾ ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസിനെ കേരളത്തിൽ എന്തിൻ്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയോട് പോലും മത്സരിക്കുന്നത്? പാടില്ലാത്ത കാര്യമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ ഏറ്റുമുട്ടാനുള്ള കരുത്തുറ്റൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് രാഷ്ട്രീയം പറയുന്ന ആർക്കും അറിയാവുന്നവർ അദ്ദേഹത്തോട് പോലും മത്സരിക്കുന്നത് കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്തലാണ്. അത് ഫാസിസത്തെ പ്രീതിപ്പെടുത്തലും ഫാസിസത്തെ ശക്തിപ്പെടുത്തലുമാണ്. അത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. വോട്ടെടുപ്പിനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇപ്പോൾ ലീഗിനെ, അതോടൊപ്പം തന്നെ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി PMA സലാമിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. അത് ആർക്കാണ് ഗുണം ചെയ്യുക? അല്ല, രാഷ്ട്രീയപരമായ കാര്യത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പാകെ അത്തരം നിലപാടുകളിലേക്ക് പോകുന്നത് ശരിയാണ് എന്ന് തോന്നുന്നില്ല. നിലപാടുകളുണ്ടാവാം. മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ചില നിലപാടുകളോട് വിയോജിപ്പുണ്ടാവും സംഘടനയ്ക്ക്. അത് വേണ്ട വിധത്തിൽ അതിൻ്റെ മേഖലയിൽ പറയുകയും അത് സംസാരിക്കുകയും ചെയ്യുന്നത് സംസ്ഥയുടെ നാളിതുവരെയുള്ള നിലപാടാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അതാത് മേഖലയിൽ തീർക്കപ്പെടണം. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ കൊണ്ടല്ല ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഉമർ ഫൈസിയുടെ നിലപാട് സമസ്തയുടെ കൂടി നിലപാടാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സമസ്ത എന്തുകൊണ്ടാണ് ഔദ്യോഗികമായി ഇതല്ല തങ്ങളുടെ നിലപാട് എന്ന് പറയാത്തത്? ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വം അതേ സംബന്ധിച്ച് നിലപാട് പറയണം. ഞാൻ അത് സംബന്ധിച്ചുകൊണ്ട് കമ്മിറ്റ് ചെയ്യുന്നത് തീരെ ശരിയല്ല. സമസ്തയ്ക്കുള്ളിൽ ഇത്തരത്തിൽ ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടോ താങ്കളുടെ അറിവ്? അല്ല, ചർച്ചകൾ നടക്കാറുണ്ട്. സംഘടനയുടെ യോഗങ്ങളിലൊക്കെ തന്നെ ചർച്ചകൾ നടക്കാറുണ്ട്. ആ ചർച്ചകൾ അതിൻ്റെ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമസ്തയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ സമസ്തയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുന്നില്ല, അതിന് മുസ്ലിം ലീഗ് തടയിടുന്നു എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്? അല്ല, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് സമസ്തയുടെ ആധികാരികമായ നേതൃത്വമാണ് പ്രതികരിക്കേണ്ടത്. മുസ്ലിം ലീഗും സമസ്തയും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ സംസാരിക്കുന്നതിലൊരു തടസ്സവും ഉണ്ടാകും തോന്നുന്നില്ല. കാരണം സയ്യിദുൽ ഉലമ തന്നെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ്. കോൺഗ്രസ് നേതാക്കന്മാർ നിരന്തരമായി കൊണ്ട് തങ്ങളെ ബന്ധപ്പെടാറുമുണ്ട്. അതിലൊരു തടസ്സവും ഒരു മേഖലയിൽ മുസ്ലിം ലീഗ് ഇതുവരെ അതിനൊരു തടസ്സം ഉന്നയിച്ചതായി കൊണ്ടറിയാൻ സാധിക്കില്ല. മുസ്ലിം ലീഗിനകത്ത് ഏതാണ്ട് 80% അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളേറെ സമസ്തക്കാരാണുള്ളത്. ഇത്തരത്തിലുള്ള ഭിന്നതകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുസ്ലിം സമുദായത്തെ ആകെ അലോസരപ്പെടുത്തില്ലേ? അല്ല, ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ അണികൾ മഹാഭൂരിപക്ഷം പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നവരാണ്. രാഷ്ട്രീയത്തിലായിരുന്നാലും മറ്റു ധാർമ്മിക ആശയപരമായ സംഘടനയിലായാലും പരസ്പരം സഹകരിച്ചു കൊണ്ട് പോകൽ തന്നെയാണ് കരണീയമായ മാർഗം. അതുകൊണ്ട് അവിടെ ഭിന്നത ഉണ്ടാകുന്നത് അണികൾക്കിടയിൽ ശൈഥില്യം ഉണ്ടാക്കും. അത് ഇരു നേതൃത്വവും ജാഗ്രതയോടുകൂടി നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം. ഇത് സമുദായ താല്പര്യത്തിന് ഉതകുന്നതാണ്. ഇതാണ് സമുദായ താല്പര്യത്തിന് ഉതകുക. സമുദായ താല്പര്യം, ഈ ഭിന്നത സമുദായ താല്പര്യത്തിനെ ഉതകില്ല. ഈ ഭിന്നത എന്തുകൊണ്ടും മുസ്ലിം സമുദായത്തിൻ്റെ ശക്തമായ നവോത്ഥാനത്തെ ക്ഷയിപ്പിക്കും. കാരണം മുസ്ലിം ലീഗും സമസ്തയും ഒന്നിച്ചു നിൽക്കുന്നിടത്തെ കേരള മുസ്ലിം നവോത്ഥാനം രൂപപ്പെട്ടു വന്നിട്ടുള്ളൂ. അത് തുടർന്നും ഉണ്ടാവുക ആ ഒരു സഹകരണത്തിൻ്റെ മനോഭാവത്തിൽ മാത്രമേ സാധ്യമാകൂ. അതായത് ഉമർ ഫൈസിയുടെ ഇപ്പോഴുള്ള നിലപാടുകളെ അംഗീകരിക്കാൻ കഴിയില്ല. വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് വിയോജിക്കുന്നു. സമസ്തയുടെ ആധികാരികമായ ശബ്ദമാണെന്ന് പറയേണ്ടത് നേതൃത്വവുമാണ്. വളരെ നന്ദി. വളരെ കൃത്യമായി തന്നെയാണ് പറയുന്നത്. സമസ്തയുടെ നിലപാട് പറയേണ്ടത് നേതൃത്വമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ സമസ്തയുടേതാണെന്ന് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ഇപ്പോൾ മുസ്ലിം സമുദായത്തെ ആകെ തന്നെ അസ്ഥിരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. കോഴിക്കോട് നിന്നും വിനീഷ് ഒളവണിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.